ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും സഹകാരി റേസ് പ്ലസിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്ക് നോക്കാം ഇന്ന് അറിയേണ്ടത് എന്തൊക്കെയാണ്. ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഒരു പുരസ്കാരം കൊടുക്കുന്ന വാർത്തയാണ് നമുക്ക് അറിയേണ്ടത്. ഇതൊരു ചരിത്രം കൂടിയാണ്. എന്താണെന്ന് നോക്കാം. നാവികസേന അസിസ്റ്റന്റ് ചീഫ് റിയർ അഡ്മിറൽ ജനക് ബവ്ലിയിൽ നിന്ന് വിങ്സ് ഓഫ് ഗോൾഡ് വിങ്സ് ഓഫ് ഗോൾഡ് ബഹുമതി ഏറ്റുവാങ്ങുന്ന സബ് ലഫ്റ്റനന്റ് ആയ ആസ്താ പുനിയ. ആരാണ്? ആസ്താ പുനിയ എന്ന പേര് എല്ലാവരും കൃത്യമായിട്ടും ഓർത്തു വെക്കുക. ആസ്താ പുനിയ എന്താണ് പ്രത്യേകത? നാവികസേനയിലെ യുദ്ധവിമാനങ്ങൾ പറത്തുന്ന ആദ്യ വനിത എന്ന ബഹുമതി നേടിയ വ്യക്തിയാണ് ആര്? ആസ്താ പുനിയ. യുദ്ധവിമാനങ്ങൾ പറത്തുന്ന ആദ്യ വനിതയല്ല, നാവികസേനയിലെ യുദ്ധവിമാനങ്ങൾ പറത്തുന്ന ആദ്യ വനിതയാണ് ആര്? ആസ്താ പൂനിയ. ആസ്താ പൂനിക്ക് കിട്ടിയ പുരസ്കാരം എന്താണ്? വിങ്സ് ഓഫ് ഗോൾഡ് ബഹുമതി. എന്താണ്? വിങ്സ് ഓഫ് ഗോൾഡ് അല്ലേ? വിങ്സ് ഓഫ് ഗോൾഡ് ബഹുമതിയാണ് ആർക്ക് കിട്ടിയത്? ആസ്താ പൂനിയയുടെ പ്രത്യേകത എന്താണ്? നാവികസേനയുടെ യുദ്ധവിമാനങ്ങൾ പറത്തുന്ന ആദ്യ വനിതയാണ് ആര്? ആസ്താ പൂനിയ ഉത്തർപ്രദേശ് സ്വദേശിനിയാണ്. ഏതാണ്? ഉത്തർപ്രദേശ് സ്വദേശിനിയാണ് ആര്? ആസ്താ പൂനിയ. അപ്പൊ അതുകൂടി ഓർത്ത് വെക്കുക. നമ്മുടെ ഇന്ത്യയിലെ നാവികസേനയുടെ യുദ്ധവിമാനങ്ങൾ പറത്തുന്ന ആദ്യ വനിതയായ ആസ്താ പൂനിയ ഏത് സംസ്ഥാനക്കാരിയാണ്? ഏത് സംസ്ഥാനമാണ്? ഉത്തർപ്രദേശിൽ നിന്നുള്ള വനിതയാണ് ആസ്താ പൂനിയ. ആസ്താ പൂനിയക്ക് ലഭിച്ച പുരസ്കാരം എന്താണ്? വിങ്സ് ഓഫ് ഗോൾഡ്. എന്താണ്? വിങ്സ് ഓഫ് ഗോൾഡ് പുരസ്കാരം. താലിബാൻ ഭരണകൂടത്തെ അംഗീകരിച്ച് റഷ്യ. അപ്പോ അഫ്ഗാനിസ്ഥാൻ ഭരണം കയ്യേറിയിരിക്കുകയാണ് താലിബാൻ. നമ്മൾ എല്ലാവരും അത് അറിഞ്ഞതാണ്. കുറച്ച് നാളായിട്ട് അഫ്ഗാനിസ്ഥാൻ ഭരണം കയ്യേറിയിരിക്കുന്നത് താലിബാനാണ്. ഈ താലിബാൻ ഭരണകൂടത്തെ ഒരു രാജ്യവും ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല. എന്നാൽ താലിബാൻ ഭരണകൂടത്തെ ഔദ്യോഗികമായി അംഗീകരിക്കുന്ന ആദ്യ രാജ്യമാണ് റഷ്യ താലിബാൻ ഭരണകൂടത്തെ ഔദ്യോഗികമായി അംഗീകരിച്ചിരിക്കുന്നു. അഫ്ഗാനിസ്ഥാന്റെ ഔദ്യോഗിക ഭരണകൂടമാണ് താലിബാൻ എന്ന രീതിയിൽ ആര് അംഗീകരിച്ചിരിക്കുന്നു? റഷ്യ അംഗീകരിച്ചിരിക്കുന്നു. 2021 മുതൽ അഫ്ഗാനിസ്ഥാൻ അധികാരത്തിലിരിക്കുന്നത് താലിബാനാണ്. അപ്പൊ വ്യക്തമായി ഓർക്കുക, താലിബാൻ ഭരണകൂടത്തെ ഔദ്യോഗികമായി അംഗീകരിക്കുന്ന ആദ്യ രാജ്യമാണ് ഏത്? റഷ്യ. കൂടാതെ റഷ്യൻ സ്ഥാനപതിയെ കൂടി അവർ നിയമിച്ചിട്ടുണ്ട്. ഗുൽ ഹസൻ. ആരാണ്? ഗുൽ ഹസൻ ആണ് താലിബാന്റെ പുതിയ റഷ്യൻ സ്ഥാനപതിയായി നിയമിതനായിട്ടുള്ള വ്യക്തിയാണ് ആര്? ഗുൽ ഹസൻ. ആരാണ്? ഗുൽ ഹസൻ. അപ്പോ താലിബാൻ ഭരണകൂടത്തെ ഔദ്യോഗികമായി അംഗീകരിക്കുന്ന ആദ്യ രാജ്യം ഏതാണ്? റഷ്യയാണ് താലിബാൻ ഭരണകൂടത്തെ ഔദ്യോഗികമായി അംഗീകരിക്കുന്ന ആദ്യ രാജ്യം. തിരുവനന്തപുരം ശുചിയാക്കാൻ കാസർഗോഡിന്റെ ഉൾക്കണ്ണ്. അപ്പോ ഇനി തിരുവനന്തപുരം ശുചിയാക്കാൻ കാസർഗോഡ് നിന്ന് ആള് വരികയാണ്. എന്താണ് സംഭവം? തിരുവനന്തപുരം നഗരത്തെ ശുചിയാക്കാൻ കാസർഗോഡിന്റെ ഉൾക്കണ്ണും സ്മാർട്ട് നഗരത്തിൽ മാലിന്യം വലിച്ചെറിഞ്ഞാൽ ഉടൻ പിടികൂടാൻ സഹായിക്കുന്ന നിർമ്മിത ബുദ്ധി സംവിധാനം കാസർഗോഡ് LBS എഞ്ചിനീയറിംഗ് കോളേജും പൂജപ്പുര വനിതാ എഞ്ചിനീയറിംഗ് കോളേജും ചേർന്ന് ഒരുക്കി. അതിന്റെ പേരാണ് എന്ത്? ശുചിത്വ AI. എന്താണ്? ശുചിത്വ AI. അപ്പോൾ ഇതൊരു AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഒന്നാണ്. നമ്മുടെ തിരുവനന്തപുരം നഗരത്തെ ശുചിത്വമാക്കാൻ 2 എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ ചേർന്നാണ് ഇത് ചെയ്യുന്നത്. കോഴിക്കോട് LBS എഞ്ചിനീയറിംഗ് കോളേജും പൂജപ്പുര വനിതാ എഞ്ചിനീയറിംഗ് കോളേജും ചേർന്നാണ് ഈ AI സംവിധാനം ഇറക്കിയിരിക്കുന്നത്. എന്താണ് അതിന്റെ പേര്? ശുചിത്വ AI. എവിടെയാണ് ഇത് ശുചിയാക്കാൻ ഉദ്ദേശിക്കുന്നത്? തിരുവനന്തപുരം നഗരത്തെ ശുചിയാക്കുന്നതിനുള്ള AI സംവിധാനമാണ് എന്ത്? ശുചിത്വ AI. ഇത് നിർമ്മിച്ചിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ LBS എഞ്ചിനീയറിംഗ് കോളേജും പൂജപ്പുര വനിതാ എഞ്ചിനീയറിംഗ് കോളേജും ചേർന്നാണ്. തിരമാനം. അപ്പൊ ഇതൊരു കറണ്ട് അഫയേഴ്സ് ഫാക്ട് അല്ല, എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട ഒരു ഫാക്ട് നമ്മുടെ പത്രത്തിൽ വന്നതാണ്. നമുക്ക് എന്താണെന്ന് നോക്കാം. റോൾ ക്ലൗഡ്. എന്താണ്? റോൾ ക്ലൗഡ് എന്താണ് എന്നതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോ
കൂറ്റൻ തിരമാലകൾ ഉയർന്നു വരുന്നത് പോലെ പോർച്ചുഗലിന്റെ മാനത്ത് വലിയ മേഘത്തിരമാലകൾ ഉരുണ്ടുകൂടി. അപ്പോൾ വലിയ തിരമാല വരുന്നത് പോലെ പോർച്ചുഗലിന്റെ ആകാശത്ത് എന്ത് വരുന്നു? വലിയ മേഘങ്ങൾ ഉരുണ്ടുകൂടി. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ഞായറാഴ്ചയാണ് ഇങ്ങനെ ഒരു സംഭവം. കടൽ തീരത്തെത്തിയ ഒരു സഞ്ചാരിയാണ് ഇത് കണ്ടത്. അദ്ദേഹം എന്ത് ചെയ്തു? അതിവേഗം ആകാശം കറക്കുകയും പിന്നെ എന്ത് ചെയ്തു? കാറ്റുമെത്തി. ഉൾക്കടലിന്റെ ആകാശം കൈയടക്കിയാണ് മേഘക്കൂനകൾ തീരം ലക്ഷ്യമാക്കി എത്തിയത്. അപ്പോൾ ആദ്യം ഉൾക്കടലിന്റെ ആകാശം കീഴടക്കി, ഉൾക്കടലിലാണ് ഇത് വന്നത്. അതിനുശേഷം എന്ത് ചെയ്തു? ഇത് അതിവേഗം തന്നെ തീരത്തേക്ക് വരുന്നു. 100 കിലോമീറ്ററിൽ കൂടുതൽ ദൂരത്തിൽ സിലിണ്ടർ ആകൃതിയിൽ മേഘച്ചുരുളുകൾ. അപ്പൊ 100 കിലോമീറ്റർ കൂടുതൽ ദൂരത്തിൽ സിലിണ്ടർ ആകൃതിയിലാണ് ഈ മേഘച്ചുരുളുകൾ ഉണ്ടായത്. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? റോഡ് ക്ലൗഡ് എന്ന് പറയുന്നത്. കടലിന്റെ മുകളിലെ തണുത്ത വായു തീരത്തെ ചൂട് കൂടിയ വായുവിലേക്ക് ഉരുണ്ട് കയറുന്നത് കൊണ്ടാണ് റോൾ ക്ലൗഡ് ഉണ്ടാകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് റോൾ ക്ലൗഡ് ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ്? കടലിന്റെ മുകളിലെ തണുത്ത വായു എവിടെയാണ്? കടലിന്റെ മുകളിലെ തണുത്ത വായു തീരത്തെ ചൂട് കൂടിയ വായുവിലേക്ക് ഉരുണ്ട് കയറുന്നു. നമുക്കറിയാം എന്താണ്? ഡെൻസിറ്റി കൂടിയ സ്ഥലത്ത് നിന്നും ഡെൻസിറ്റി കുറഞ്ഞിടത്തേക്കാണ് നമ്മുടെ വായുവിന്റെ സഞ്ചാരം. അപ്പൊ കടലിന്റെ മുകളിൽ തണുത്ത വായു എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ഡെൻസിറ്റി കൂടി എല്ലാം കൂടെ ഇങ്ങനെ കൂട്ടമായി നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ കരയിൽ എന്താണ്? ഡെൻസിറ്റി കുറവാണ്. അപ്പൊ ഇതെന്ത് ചെയ്യും? ഇത് മുഴുവനും കൂട്ടമായി എങ്ങോട്ട് വരും? കരയിലേക്ക് വരും. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? റോൾ ക്ലൗഡ് എന്ന് പറയുന്നത്. അപ്പൊ ഓർക്കുക, റോൾ ക്ലൗഡ് ഉണ്ടാകുന്നത് താപനില വളരെയധികം ഉയരുമ്പോഴാണ്. അപ്പൊ പോർച്ചുഗലിൽ അന്നേ ദിവസം 42 ഡിഗ്രി ആയിരുന്നു അവിടുത്തെ താപനില. അപ്പൊ താപനില വളരെയധികം ഉയരുമ്പോഴാണ് റോൾ ക്ലൗഡ് ഉണ്ടാകുന്നത്. എങ്ങനെയാണ് ഈ പ്രതിഭാസം ഉണ്ടാകുന്നത്? കടലിന് മുകളിലെ തണുത്ത വായു കൂട്ടമായി എന്ത് ചെയ്യുന്നു? തീരത്തെ ചൂട് കൂടിയ വായുവിലേക്ക് ഉരുണ്ട് കയറുന്ന ഒരു പ്രതിഭാസമാണ് എന്തെന്നറിയപ്പെടുന്നത്? റോൾ ക്ലൗഡ് എന്ന് അറിയപ്പെടുന്നത്. 20-ാം നമ്പർ ഇനിയില്ല. ദിയാഗോ ജോട്ടയുടെ ജേഴ്സി നമ്പർ ഇനി ആർക്കും നൽകില്ലെന്ന് ലിവർപൂൾ. അപ്പോൾ വളരെ ദുഃഖകരമായ ഒരു വാർത്തയായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ ലിവർപൂളിന്റെ 20-ാം നമ്പർ താരം ദിയാഗോ ജോട്ട വാഹനാപകടത്തിൽ അന്തരിച്ചു. അപ്പൊ ന്യൂസിലൊക്കെ വന്നതാണ്. അദ്ദേഹത്തിന്റെ കല്യാണം കഴിഞ്ഞ് വെറും 10 ദിവസമേ ആയിട്ടുള്ളൂ. സഹോദരനൊപ്പം കാറിൽ സഞ്ചരിക്കവേ മറ്റൊരു വാഹനത്തിൽ കൂട്ടിമുട്ടുകയും കാറ് മുഴുവൻ കത്തി നശിക്കുകയുമാണ് ഉണ്ടായത്. അപ്പോൾ ദിയാഗോ ജോട്ട അടുത്തിടെ അന്തരിച്ച ലിവർപൂൾ താരമാണ് ദിയാഗോ ജോട്ട. അദ്ദേഹത്തിന്റെ രാജ്യം ചോദിക്കുകയാണെങ്കിൽ പോർച്ചുഗലാണ്. പോർച്ചുഗലിന് വേണ്ടി കളിക്കുന്ന താരമാണ് ദിയാഗോ ജോട്ട. അദ്ദേഹത്തിന്റെ ക്ലബ്ബാണ് ഏത്? ലിവർപൂൾ ക്ലബിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം കളിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം 2026-ൽ ഫിഫ വേൾഡ് കപ്പ് നടക്കാൻ പോവുകയാണ്. അപ്പൊ അത്തരമൊരു സാഹചര്യത്തിൽ പോർച്ചുഗലിന് വേണ്ടി ബൂട്ടണിയേണ്ട താരമാണ് അന്തരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ നമ്മൾ അർപ്പിക്കുകയാണ്. കാര്യം ഒരുപാട് ഫുട്ബോൾ പ്രേമികൾക്ക് വളരെ സുപരിചിതമായ ഒരു മുഖമാണ് ദിയാഗോ ജോട്ട. അപ്പോൾ വ്യക്തമായി ഓർത്തിരിക്കുക, അടുത്തിടെ അന്തരിച്ച ലിവർപൂളിന്റെ ഫുട്ബോൾ താരമാണ് ആര്? ദിയാഗോ ജോട്ട. അദ്ദേഹം പോർച്ചുഗലിന്റെ താരമാണ് ദിയാഗോ ജോട്ട. ജേഴ്സി നമ്പർ 20, അതുകൂടെ ഒന്ന് ഓർത്തു വയ്ക്കുക. മറ്റൊരു മരണമാണ് കിൽ ബിൽ താരം മൈക്കൽ മാഡ്സൺ അന്തരിച്ചു. അപ്പോൾ ഒരു സിനിമയാണ് ഈ കിൽ ബിൽ എന്ന് പറയുന്നത്. കിൽ ബിൽ റിസർവോയർ എന്നീ ചിത്രങ്ങളിലൂടെ പ്രശസ്തനായ ഹോളിവുഡ് നടനാണ് ആര്? മൈക്കൽ മാഡ്സൺ. അദ്ദേഹം 67-ാം വയസ്സിൽ അന്തരിച്ചിരിക്കുന്നു. 1980 മുതൽ ഹോളിവുഡ് സിനിമകളിൽ സജീവമായിരുന്നുവെങ്കിലും 1992-ൽ പുറത്തിറങ്ങിയ ക്വിന്റൻ ടാരന്റീനോ ചിത്രം റിസർവോയർ ആണ് മാഡ്സന്റെ തലവരം മാറ്റിയത്. അപ്പോൾ ക്വിന്റൻ ടാരന്റീനോയുടെ റിസർവോയർ എന്ന ചിത്രത്തിലൂടെയാണ് ആര് ഫേമസ് ആയിരിക്കുന്നത്? നമ്മുടെ മൈക്കൽ മാഡ്സൺ ഫേമസ് ആയിരിക്കുന്നത്. അപ്പോൾ റിസർവോയർ എന്ന ചിത്രം നിങ്ങൾ മറക്കാതിരിക്കുക. അതിന്റെ സംവിധായകനാണ് ക്വിന്റൻ ടാരന്റീനോ. അപ്പോൾ ക്വിന്റൻ ടാരന്റീനോയുടെ റിസർവോയർ എന്ന ചിത്രത്തിലൂടെയാണ് മൈക്കൽ മാഡ്സൺ പ്രശസ്തി ആർജിച്ചത്. വീണ്ടും നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഒരു സിവിലിയൻ ബഹുമതി ലഭിച്ചിട്ടുണ്ട്. ഇത് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയുടെയാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി ഒരു നീണ്ട രാജ്യാന്തര സന്ദർശനങ്ങളിലാണ് അല്ലേ. കഴിഞ്ഞ ദിവസം ഘാന സന്ദർശിച്ചു. ഘാനയുടെ സിവിലിയൻ ബഹുമതി ലഭിച്ചു. അതിനോട് ചേർന്ന് തന്നെ ട്രിനിഡാഡ് സന്ദർശിക്കുന്ന കാര്യവും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ട്രിനിഡാഡ് സന്ദർശിച്ചു കഴിഞ്ഞു. അവരുടെ പരമോന്നത ബഹുമതിയായ ദി ഓർഡർ ഓഫ് ദി റിപ്പബ്ലിക് ഓഫ് ട്രിനിഡാഡ്. അപ്പോൾ നമുക്ക് പഠിക്കാൻ കുറച്ച് എളുപ്പത്തിന് തന്നെയാണ് അവർ പേരിട്ടിരിക്കുന്നത്. ദ ഓർഡർ ഓഫ് ദി റിപ്പബ്ലിക് ഓഫ് ട്രിനിഡാഡ് എന്നാണ് ആ ബഹുമതിയുടെ പേര്. അപ്പോൾ
ട്രിനിഡാഡിന്റെ പ്രധാനമന്ത്രിയെ കൂടി നമ്മളൊന്ന് പഠിച്ചു വെക്കുക. കമല പെർസാദ്. ആരാണ്? കമല പെർസാദ്. കമല പെർസാദ് ആണ് ട്രിനിഡാഡിന്റെ പ്രധാനമന്ത്രി. കമല പെർസാദ് ബിസെസ്സ. അതാണ് കമല പെർസാദ് ബിസെസ്സ എന്നാണ് ട്രിനിഡാഡ് പ്രധാനമന്ത്രിയുടെ പേര്. അതാണ് അദ്ദേഹം. കമല പ്രസാദ് ബിസെസ്സയിൽ നിന്നാണ് അദ്ദേഹം ദി ഓർഡർ ഓഫ് ദി റിപ്പബ്ലിക് ഓഫ് ട്രിനിഡാഡ് എന്ന പുരസ്കാരം നമ്മുടെ പ്രധാനമന്ത്രി ഏറ്റുവാങ്ങിയത്. ഓർക്കുക, കരീബിയൻ ദ്വീപ് രാജ്യമാണ് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ. കരീബിയൻ ദ്വീപ് രാജ്യമായ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിൽ ബീഹാറിന്റെ ചരിത്രപരവും സാംസ്കാരികപരവുമായ പ്രാധാന്യത്തെക്കുറിച്ച് വാചാലനായി നരേന്ദ്രമോദി. അപ്പൊ അദ്ദേഹം അവിടെ സംസാരിച്ചത് ബീഹാറിന്റെ ചരിത്രപരവും സാംസ്കാരികവുമായ കാര്യങ്ങളാണ് നമ്മുടെ പ്രധാനമന്ത്രി ട്രിനിഡാഡിൽ സംസാരിച്ചത്. അപ്പോൾ ട്രിനിഡാഡിന്റെ പ്രധാനമന്ത്രി ആരാണ്? കമല പെർസാദ് ബിസെസ്സെ. അവരുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് ദ ഓർഡർ ഓഫ് ദി റിപ്പബ്ലിക് ഓഫ് ട്രിനിഡാഡ്. എന്താണ്? ദ ഓർഡർ ഓഫ് ദി റിപ്പബ്ലിക് ഓഫ് ട്രിനിഡാഡ്. ഗ്ലാസ് ട്രീയിൽ സയൻസ് മാജിക്. അപ്പോൾ ഒട്ടനവധി പേര് മൊബൈൽ ഫോണിൽ ടോർച്ച് ലൈറ്റ് ഓൺ ആക്കി തിരിച്ചു വെച്ച് അതിന്റെ മുകളിൽ ഒരു കപ്പ് വെള്ളവും വെച്ച് അതിൽ മഞ്ഞപ്പൊടി ഇട്ട് വീഡിയോ ചെയ്ത് ഒരുപാട് പേര് വൈറലായിട്ടുണ്ട്. ഇതിന് പിന്നിലെ സയൻസ് എന്തെന്നാണ് നമ്മുടെ പത്രത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് വെറുതെ ഇട്ട് പോകരുത്. നമ്മൾ എന്ത് ചെയ്യണം? ഇതിനുള്ളിലെ സയൻസ് എന്താണ് കൂടി പഠിക്കണം. ഇതിനുള്ളിലെ സയൻസ് ടെൻഡൽ എഫക്റ്റ് ആണ്. എന്താണ്? ടെൻഡൽ എഫക്റ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം ടെൻഡൽ എഫക്റ്റ് ആണ് ഇതിനുള്ളിലെ സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ടെൻഡൽ എഫക്റ്റ്? ഒരു കൊളോയിഡിലൂടെ. അപ്പോൾ എന്താണ് കൊളോയിഡ്? എന്താണ്? ലീനം ലായകത്തിൽ ലയിച്ചാണ് ലായനി ഉണ്ടാകുന്നത്. അതായത് ഉപ്പ് ലീനവും ലായകം വെള്ളവുമാകുമ്പോൾ ലീനം എന്ത് ചെയ്യുന്നു? ഉപ്പ് വെള്ളത്തിൽ ലയിച്ച് ഉപ്പ് ലായനി ഉണ്ടാകുന്നു. അപ്പോൾ ലീനം ലായകത്തിൽ ലയിച്ചാണ് ലായനി ഉണ്ടാകുന്നത്. ഇങ്ങനെ ലയിക്കുമ്പോൾ ചിലവ ലയിക്കാതെ ഖരകണികകൾ ചിതറി നിൽക്കുന്നു. ഇതാണ് കൊളോയിഡ്. അപ്പൊ ചിലത് എന്ത് ചെയ്യില്ല? ലയിക്കാതെ എന്ത് ചെയ്യും? അതിന്റെ ഖരരൂപത്തിലുള്ള ഭാഗങ്ങൾ അവിടെ എവിടെയൊക്കെ കാണും. ഇതിനെയാണ് നമ്മൾ കൊളോയിഡ് എന്ന് പറയുന്നത്. അപ്പോ ഒരു കൊളോയിഡിലൂടെ ഖരകണികകൾ പ്രകാശത്തിന്റെ തരംഗദൈർഘ്യത്തോളം ചെറുതായിരിക്കുമ്പോൾ അതിലൂടെ കടന്നു പോകുന്ന പ്രകാശത്തെ അവ ചിതറിക്കുന്നു. എന്ത് ചെയ്യുന്നു? ഒരു കൊളോയിഡിലൂടെ ഖരകണികകൾ പ്രകാശത്തിന്റെ തരംഗദൈർഘ്യത്തെക്കാൾ ചെറുതാകുമ്പോൾ അതിലൂടെ കടന്നു പോകുന്ന പ്രകാശത്തെ എന്ത് ചെയ്യുന്നു? അവ ചിതറിക്കുന്നു. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ടിൻഡൽ എഫക്റ്റ് അല്ലെങ്കിൽ ടിൻഡൽ പ്രഭാവം എന്ന് പറയുന്നത്. ഐറിഷ് ശാസ്ത്രജ്ഞനായ ജോൺ ടിൻഡൽ 1869 ടിൻഡൽ എഫക്റ്റ് കണ്ടെത്തിയത്. ആരാണ്? ജോൺ ടിൻഡൽ. അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ പ്രതിഭാസം അറിയപ്പെടുന്നത്. 1869 ഐറിഷ് ശാസ്ത്രജ്ഞനായ ജോൺ ടിൻഡൽ ആണ് ടിൻഡൽ എഫക്റ്റ് കണ്ടെത്തിയത്. അപ്പോൾ ഇനി മൊബൈലിന്റെ ടോർച്ച് ലൈറ്റും ഓണാക്കി വെച്ച് അതിൽ മഞ്ഞപ്പൊടി ഇട്ട് കളിച്ചാൽ മാത്രം പോരാ, ഇതുകൂടെ ഒന്ന് പഠിച്ചിരിക്കുക. ടിൻഡൽ എഫക്റ്റ് ആണ് ഈ പ്രതിഭാസത്തിന് കാരണം. വൺ ബ്യൂട്ടിഫുൾ ബിൽ പ്രാബല്യത്തിൽ. അപ്പോൾ അമേരിക്കയിൽ പുതിയൊരു ബിൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. അതിന്റെ പേരാണ് വൺ ബ്യൂട്ടിഫുൾ ബിൽ. എന്താണ് വൺ ബ്യൂട്ടിഫുൾ ബിൽ? എന്താണ്? വൻതോതിൽ നികുതി വെട്ടിക്കുറയ്ക്കാനും പ്രതിരോധ ചെലവ് വർദ്ധിപ്പിക്കാനുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവതരിപ്പിച്ച ഒരു ബില്ലാണ്, ഒരു നിയമമാണ് വൺ ബ്യൂട്ടിഫുൾ ബിൽ നിയമം. എന്താണ്? വൻതോതിൽ നികുതി വെട്ടിക്കുറയ്ക്കാനും പ്രതിരോധ ചെലവ് വർദ്ധിപ്പിക്കാനും. നികുതി വെട്ടിക്കുറയ്ക്കുന്നു, പ്രതിരോധ ചെലവ് വർദ്ധിപ്പിക്കുന്നു. ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവതരിപ്പിച്ച ഒരു നിയമമാണ് വൺ ബ്യൂട്ടിഫുൾ ബിൽ. എന്താണ്? വൺ ബ്യൂട്ടിഫുൾ ബിൽ. അപ്പോൾ അടുത്തിടെ വൺ ബ്യൂട്ടിഫുൾ ബിൽ നിയമത്തിൽ വന്ന രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? അമേരിക്കയാണ്. ഏതാണ്? അമേരിക്ക. ജാവലിൻ ക്ലാസിക്കോ. അപ്പൊ നമ്മുടെ ജാവലിൻ ത്രോ താരം നീരജ് ചോപ്രയുടെ പേരിൽ ഒരു ടൂർണമെന്റ് നടക്കുന്നുണ്ട്, ജാവലിൻ ക്ലാസിക്കോ. എന്താണെന്ന് നോക്കാം. ഒളിമ്പിക് സ്വർണം എന്ന ഇന്ത്യൻ സ്വപ്നത്തിലേക്ക് ജാവലിൻ പായിച്ച നീരജ് ചോപ്രയുടെ പേരിൽ ആദ്യമായി ഒരു രാജ്യാന്തര മത്സരം. അപ്പോൾ ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടിയ നമ്മുടെ നീരജ് ചോപ്രയുടെ പേരിൽ ആദ്യമായിട്ട് ഒരു ജാവലിൻ ത്രോ അല്ലെങ്കിൽ ആദ്യമായിട്ട് ഒരു രാജ്യാന്തര മത്സരം നടക്കുകയാണ്. എന്താണ് ആ മത്സരത്തിന്റെ പേര്? നീരജ് ജാവലിൻ ക്ലാസിക്കോ. എന്താണ്? നീരജ് ജാവലിൻ ക്ലാസിക്കോ എന്നാണ് ആ മത്സരത്തിന്റെ പേര്. നീരജ് ജാവലിൻ ക്ലാസിക്കോ. മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ താരങ്ങൾ പങ്കെടുക്കുന്ന ഒരു മത്സരമാണിത്, നീരജ് ജാവലിൻ ക്ലാസിക്കോ.
ഇതിന്റെ വേദി നീരജ് ജാവലിൻ ക്ലാസിക്കോയുടെ വേദി ബാംഗ്ലൂരാണ് കേട്ടോ. ബാംഗ്ലൂരാണ് നീരജ് ജാവലിൻ ക്ലാസിക്കോയുടെ വേദി. എവിടെയാണ്? ബാംഗ്ലൂരാണ് നടക്കുന്നത്. വേദിയും കൂടെ ഓർത്തിരിക്കുക. നീരജ് ജാവലിൻ ക്ലാസിക്കോ നടക്കുന്നത് ബാംഗ്ലൂരാണ്. റോബർട്ട് ഓവൻ സഹകരണ പുരസ്കാരം PA ഉമ്മറിന്. അപ്പൊ എന്താണ് റോബർട്ട് ഓവൻ പുരസ്കാരം? എന്താണ്? മികച്ച സഹകരണത്തിന് നൽകുന്ന പുരസ്കാരമാണ് എന്ത്? റോബർട്ട് ഓവൻ പുരസ്കാരം. സംസ്ഥാനത്തെ മികച്ച സഹകാരിക്കുള്ള റോബർട്ട് ഓവൻ പുരസ്കാരം നേടിയിരിക്കുന്നത് കേരള സംസ്ഥാന സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റായ PA ഉമ്മറിനാണ്. ആരാണ്? PA ഉമ്മറിന് മികച്ച സഹകാരിക്കുള്ള റോബർട്ട് ഓവൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് നമ്മുടെ കേരള സംസ്ഥാന സഹകരണ ബാങ്കിന്റെ മുൻ പ്രസിഡന്റായ PA ഉമ്മറിനാണ്. ആർക്കാണ് ലഭിച്ചിട്ടുള്ളത്? PA ഉമ്മർ. നമുക്കിനി കുറച്ചധികം ആനുകാലിക വാർത്തകൾ അറിയാം. ഗ്രാൻഡ് ചെസ് ടൂർ 2025 റാപ്പിഡ് കിരീടം നേടിയ നമ്മുടെ ലോക ചെസ് ചാമ്പ്യനാണ് ആര്? D ഗുഗേഷ്. എന്താണ്? ഗ്രാൻഡ് ചെസ് ടൂർ 2025 റാപ്പിഡ് കിരീടം നേടിയ താരമാണ് D ഗുഗേഷ്. ഇന്ത്യ വേദിയാകുന്ന ആദ്യ അന്താരാഷ്ട്ര ജാവലിൻ ത്രോ ചാമ്പ്യൻഷിപ്പ് ഏത്? ഇന്ത്യ വേദിയാകുന്ന ആദ്യ അന്താരാഷ്ട്ര ജാവലിൻ ത്രോ ചാമ്പ്യൻഷിപ്പാണ് നീരജ് ചോപ്ര ക്ലാസിക്. എന്താണ്? നീരജ് ചോപ്ര ക്ലാസിക് അല്ലെങ്കിൽ നീരജ് ചോപ്ര ജാവലിൻ ക്ലാസിക് എന്ന് തന്നെ പറയുക. ഇന്ത്യ വേദിയാകുന്ന ആദ്യ അന്താരാഷ്ട്ര ജാവലിൻ ത്രോയാണിത്. തമിഴക വെട്രി കഴകത്തിന്റെ സ്ഥാപക അധ്യക്ഷൻ ആരാണ്? നമ്മുടെ വിജയിയാണ്. അദ്ദേഹം തമിഴ്നാടിന്റെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോകുന്നു. ഏത് പാർട്ടിയാണ്? തമിഴക വെട്രി കഴകം. ഇതിന്റെ സ്ഥാപക അധ്യക്ഷനായ ചലച്ചിത്ര താരമാണ് ആര്? വിജയ്. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ പ്രധാനമന്ത്രി കമല പെർസാദ് ബിസേസർ. നമ്മളിപ്പോൾ പഠിച്ചേ ഉള്ളൂ കമല പെർസാദ് ബിസേസർ. ഇനി കുറച്ച് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. അപ്പൊ 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് വേദി നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെയുണ്ട്, ഡൽഹിയാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്നതാണ് നമ്മുടെ ചോദ്യം. സ്റ്റേറ്റ്മെന്റ് 1, കങ്കണ റണാവത്ത് ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായി. അപ്പോ ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരെന്ന് പറയുകയാണ്? കങ്കണ റണാവത്ത് ആണ് ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ. സ്റ്റേറ്റ്മെന്റ് 2, വിരാജ് എന്ന ബ്ലേഡ് കൃത്രിമക്കാലുള്ള കുതിരയാണ് ഭാഗ്യചിഹ്നം. വിരാജ് എന്ന ബ്ലേഡ് കൃത്രിമക്കാല് നമ്മൾ പഠിച്ചതാണല്ലേ. വിരാജ് എന്ന ബ്ലേഡ് കൃത്രിമക്കാലുള്ള കുതിരയാണ് ഭാഗ്യചിഹ്നം. സ്റ്റേറ്റ്മെന്റ് 3, വേദി ഡൽഹി. എന്താണ്? വേദി ഡൽഹിയാണ്. ഇതിൽ ഏതൊക്കെയാണ് ശരിയായവ? ഉത്തരം അറിയാവുന്നവർ പെട്ടെന്ന് തന്നെ കമന്റ് ചെയ്യുക. ഓപ്ഷൻ എ സ്റ്റേറ്റ്മെന്റ് 1 and 2 1 ഉം 2 മാത്രമാണ് ശരി. ഓപ്ഷൻ ബി 2ഉം 3ഉം മാത്രമാണ് ശരി. സ്റ്റേറ്റ്മെന്റ് സി 1ഉം 3ഉം മാത്രമാണ് ശരി. ഓപ്ഷൻ ഡി എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ ഇതിലേതാണ് ശരിയായിട്ടുള്ളവ? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? അറിയാവുന്നവർ എല്ലാവരും കമന്റ് ചെയ്യുക. ഇനി നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണ്, കങ്കണ റണാവത്ത് ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായി. സ്റ്റേറ്റ്മെന്റ് 3 വേദി ഡൽഹിയാണ് ശരിയാണ്, ക്വസ്റ്റ്യനിൽ തന്നെയുണ്ട് അത്. സ്റ്റേറ്റ്മെന്റ് 2 നമുക്ക് നോക്കാം. വിരാജ് എന്ന ബ്ലേഡ് കൃത്രിമക്കാലുള്ള കുതിരയാണ് ഭാഗ്യചിഹ്നം. വിരാജ് എന്ന ബ്ലേഡ് കൃത്രിമക്കാലുള്ള എന്ന് പറയുന്നത് വരെ ശരിയാണ്. കുതിരയാണ് ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് തെറ്റാണ്. നമ്മൾ കൃത്യമായിട്ട് പഠിച്ചതാണ്, കുതിരയല്ല. പിന്നെന്താണ്? വിരാജ് എന്ന ബ്ലേഡ് കൃത്രിമക്കാലുള്ള ആനയാണ് ഭാഗ്യചിഹ്നം. എന്താണ്? വിരാജ് എന്ന ബ്ലേഡ് കൃത്രിമക്കാലുള്ള ആനയാണ് 2025 ഡൽഹി ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണ്. 1ഉം 3ഉം മാത്രമാണ് ശരി. അപ്പൊ നമുക്ക് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി 1ഉം 3ഉം മാത്രമാണ് ശരി. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് കൃത്യമായത് അല്ലെങ്കിൽ ശരിയായത്? സ്റ്റേറ്റ്മെന്റ് 1, ചേര പാമ്പ് സംസ്ഥാന പാമ്പായി തിരഞ്ഞെടുക്കപ്പെട്ടത് അടുത്ത കാലത്താണ്. അപ്പോൾ ചേര ഒരു പാമ്പാണെന്ന് നമ്മൾ പറഞ്ഞു. ഇതിനെ സംസ്ഥാന പാമ്പായി തിരഞ്ഞെടുക്കപ്പെട്ടു. ശരിയാണല്ലേ, നമ്മൾ പഠിച്ചു. കോഴിക്കോട് നഗരത്തിൻ്റെതായ ഔദ്യോഗിക മൃഗം ഉറുമ്പ് തീനിയാണ്. കോഴിക്കോടിന്റെ ഔദ്യോഗിക മൃഗം ഉറുമ്പ് തീനി നമ്മൾ പറഞ്ഞു. സ്റ്റേറ്റ്മെന്റ് 3, കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഈ 2 പ്രഖ്യാപനങ്ങളും നടത്തിയത്.
അതാണ് നമ്മളൊന്ന് വിശകലനം ചെയ്യേണ്ടത്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണോ ഈ രണ്ട് പ്രഖ്യാപനങ്ങളും നടത്തിയത്? ആണോ? അല്ല. നമ്മളിത് പറഞ്ഞപ്പോൾ, അതായത് സംസ്ഥാന പാമ്പായി ചേരയെ തിരഞ്ഞെടുത്തു നമ്മൾ പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് എന്ത്? വനം വകുപ്പ്. കേരള വനം വകുപ്പാണ് ചേരപ്പാമ്പിനെ സംസ്ഥാന പാമ്പായി പ്രഖ്യാപിച്ചത്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 3 തെറ്റാണ്. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. അപ്പൊ നമുക്ക് ശരിയായി വരുന്ന ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ 1ഉം 2ഉം മാത്രമാണ് ശരി. നിങ്ങൾക്ക് അറിയാവുന്നവരെല്ലാവരും ഇതിന്റെ ഉത്തരവൊക്കെ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനവുമായി ബന്ധപ്പെട്ട് ചുവടെയുള്ളവ പരിശോധിക്കുക. അപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി ഒരു വിദേശ പര്യടനത്തിലാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, 11 വർഷത്തിനിടെ ഏറ്റവും ദൈർഘ്യമേറിയ വിദേശ പര്യടനത്തിലായിരുന്ന മോദി അർജന്റീനയും ബ്രസീലും സന്ദർശിച്ചു. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. 11 വർഷത്തിനിടെ ഏറ്റവും ദൈർഘ്യമേറിയ ഒരു പര്യടനമായിരുന്നു. അർജന്റീനയും ബ്രസീലും സന്ദർശിച്ചു. ശരിയാണ്. നമ്മുടെ ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായിട്ടാണ് ഈ പര്യടനങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് 2, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയും നമീബിയയും ഈ പര്യടനത്തിൽ ഉൾപ്പെട്ടു. സ്റ്റേറ്റ്മെന്റ് 3, 17ാമത് ബ്രിക്സ് ഉച്ചകോടി 2025 നടക്കുന്നത് ബീജിംഗിലാണ്. അപ്പൊ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ശരി എന്ന് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ സ്റ്റേറ്റ്മെന്റ് 1 and 2 മാത്രമാണ് ശരി. ഓപ്ഷൻ ബി സ്റ്റേറ്റ്മെന്റ് 2 and 3 മാത്രം ശരി. ഓപ്ഷൻ സി 1ഉം 3ഉം മാത്രം ശരി. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ഇതിൽ ഏതാണ് ഉത്തരമായി വരുന്നത്? ഏതാണ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ് നമ്മളിപ്പോ പഠിച്ചു അല്ലേ? മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, 17ാമത് ബ്രിക്സ് ഉച്ചകോടി 2025 ബീജിംഗിലാണ് നടക്കുന്നത്. 2025 ബ്രിക്സ് ഉച്ചകോടി വേദിയാകുന്ന രാജ്യം ബ്രസീലാണ്. ബ്രസീലിലെ റിയോ ഡെ ജനീറോയിലാണ് 2025 ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് 3 തെറ്റാണ്. അപ്പൊ നമുക്ക് ഉത്തരമായി വരുന്നത് എന്താണ്? സ്റ്റേറ്റ്മെന്റ് 1ഉം 2ഉം ശരി എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരമായി വരുന്നത്. സ്റ്റേറ്റ്മെന്റ് 1 and 2 മാത്രമാണ് ശരി. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. സീ ഫ്ലഡ് പദ്ധതി സംബന്ധിച്ച് ചുവടെയുള്ള പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. അപ്പോൾ സീ ഫ്ലഡ് പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ് അടുത്ത ചോദ്യം. സ്റ്റേറ്റ്മെന്റ് 1, സീ ഫ്ലഡ് എന്നത് കേന്ദ്ര ജലശക്തി മന്ത്രി CR പട്ടേൽ ഉദ്ഘാടനം ചെയ്ത പ്രായോഗിക ജല പ്രക്ഷേപണ സംവിധാനമാണ്. അപ്പോൾ സീ ഫ്ലഡ് എന്ന് പറയുന്നത് നമ്മുടെ കേന്ദ്ര ജലശക്തി മന്ത്രി CR പട്ടേൽ ഉദ്ഘാടനം ചെയ്ത ഒരു പ്രായോഗിക ജലപ്രക്ഷേപണ സംവിധാനമാണ്. സ്റ്റേറ്റ്മെന്റ് 2, ഇത് നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷന്റെ ഭാഗമാണ്. സ്റ്റേറ്റ്മെന്റ് 3, ഇലക്ട്രോണിക് ആൻഡ് IT വകുപ്പ്, ശാസ്ത്ര സാങ്കേതിക വകുപ്പ് എന്നിവയുടെ സഹായത്തോടെയാണ് പദ്ധതിക്ക് രൂപം നൽകിയത്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? ശരിയാണ്. നമ്മൾ അന്ന് ക്ലാസ്സിൽ നമ്മുടെ ജലശക്തി വകുപ്പ് മന്ത്രി ആരെന്ന് പറഞ്ഞില്ല. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യനിൽ അതുകൂടെ ചേർത്തത്. നമ്മുടെ കേന്ദ്ര ജലശക്തി വകുപ്പ് മന്ത്രിയാണ് ആര്? CR പട്ടേൽ. ആരാണ്? CR പട്ടേലാണ് കേന്ദ്ര ജലശക്തി വകുപ്പ് മന്ത്രി. അദ്ദേഹമാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൃത്യമായി പഠിച്ചതാണ്. ഇത് ഇന്റർനാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷന്റെ ഭാഗമാണ്. ആണോ? ആണ്. ശരിയാണ്. ഇത് നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഇലക്ട്രോണിക്സ് ആൻഡ് IT വകുപ്പ്, ശാസ്ത്ര സാങ്കേതിക വകുപ്പ് എന്നിവയുടെ സഹകരണത്തോടെയാണ് ഈ പദ്ധതിക്ക് രൂപം നൽകിയത്. നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞതാണ് ഇതിന് രൂപം നൽകുക അല്ലെങ്കിൽ ഇതിനെ സഹായിക്കുന്ന വകുപ്പുകൾ ഏതൊക്കെയെന്ന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? ഇലക്ട്രോണിക്സ് ആൻഡ് IT വകുപ്പും നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വകുപ്പും. അപ്പൊ ഈ 3 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പൊ ഇവിടെ ഓപ്ഷൻ എ 1ഉം 2ഉം മാത്രം, ബി 2ഉം 3ഉം മാത്രം, സി 1ഉം 3ഉം മാത്രം, ഡി എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അപ്പൊ ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ചോദ്യം, വൺ ബ്യൂട്ടിഫുൾ ബിൽ പാസാക്കിയ രാജ്യമേത്? വൺ ബ്യൂട്ടിഫുൾ ബിൽ. ഓപ്ഷൻ എ ബ്രിട്ടൻ, ബി അമേരിക്ക, സി കാനഡ, ഡി റഷ്യ. ഇതിൽ ഏത് രാജ്യമാണ് വൺ ബ്യൂട്ടിഫുൾ ബിൽ പാസാക്കിയത്? ഏതാണ്? ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ, അമേരിക്കയാണ്. ഓപ്ഷൻ ബി അമേരിക്കയാണ് വൺ ബ്യൂട്ടിഫുൾ ബിൽ പാസാക്കിയ രാജ്യം. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. അപ്പൊ ഈ ക്ലാസ് നിങ്ങൾക്ക് ഏറെ പ്രയോജനമായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാസ്സുമായി ബന്ധപ്പെട്ട പരാതികളുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണോ, എന്തായാലും നിങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക. അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് കൂടുതൽ ആനുകാലിക വാർത്തകളുമായി വീണ്ടും കാണാം. താങ്ക്